നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അന്ന് ഞാൻ കരയാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. എൻ്റെ ഭാര്യ ഓൾറെഡി കരഞ്ഞതാണ് ഈ വിഷയത്തിൽ. പറയുന്നത് കാസമിറോയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുന്ന ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. യുണൈറ്റഡ് താൻ വിടുമെന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഫോമിലേക്കുള്ള മടങ്ങി വരവിൽ അദ്ദേഹത്തെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് യുണൈറ്റഡ് പോകുന്നു. പക്ഷേ ഇല്ല, താൻ അവിടെ ഇനി തുടരുന്നില്ല, തീരുമാനമെടുത്താണ്, പുതിയ ചാലഞ്ചിന് പോവുകയാണ് എന്ന് കാസമിറോ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ വിടുന്ന ദിവസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നത്. ഫബ്രിസിയോ റൊമാനോ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഐ ഹോപ്പ് ഐ ഡോണ്ട് ക്രൈ ഓൺ ദി ലാസ്റ്റ് ഡേ. അവസാന ദിവസം ഞാൻ കരയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് പറഞ്ഞാൽ കരച്ചിൽ പിടിച്ച് നിൽക്കും എന്ന് പറയാം, സങ്കടം ഉണ്ടാവും. എൻ്റെ വൈഫ് ഓൾറെഡി കരഞ്ഞതാണ്. അതായത് ഫാൻസ് ഞങ്ങളോട് ഒരു വർഷം കൂടി നിൽക്കാൻ വേണ്ടി പറഞ്ഞ ദിവസം അത് അവൾക്ക് വല്ലാതെ ഇമോഷണലായി അവൾ കരഞ്ഞതാണ്. അപ്പം ഞാൻ ഈ അവസാന ദിവസം കരയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. എനിക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ നിമിഷങ്ങളുണ്ടല്ലോ, ഇത് ഞാൻ മാക്സിമം ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും യുണൈറ്റഡിൻ്റെ സപ്പോർട്ടറായിട്ട് തുടരും. ഐ വിൽ റിമൈൻ എ യുണൈറ്റഡ് സപ്പോർട്ടർ ഫോർ ദി റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് കാസമിറോ പറയുന്നു. വല്ലാത്തൊരു അവസ്ഥയാണത്. അദ്ദേഹം അവിടുന്ന് പോകാൻ തീരുമാനിച്ചതാണ്. പോവല്ലേ ഗാസി എന്ന് പറഞ്ഞ ആരാധകർ കണ്ടില്ലേ കഴിഞ്ഞ യുണൈറ്റഡിൻ്റെ മത്സരത്തിൽ കാസമിറോ 1 more year എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ ചാൻറ്റ് ചെയ്യുന്ന അവസ്ഥ. പക്ഷെ അതൊന്നും കാസമിറോയുടെ മനസ്സ് മാറ്റുന്ന മട്ടില്ല. അദ്ദേഹം പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മയാമിയിലേക്കാണെന്നൊക്കെ കേൾക്കുന്നു. ലിയോ മെസ്സിക്ക് കൂട്ടായിട്ട് മയാമിയിൽ അദ്ദേഹം അടുത്ത ജൂണിന് ശേഷം, ജൂലൈ വേൾഡ് കപ്പിന് ശേഷം കളിക്കാനുള്ള സാധ്യത തെളിയുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ചില ശ്രമങ്ങൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ മാർക്കയെ പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പുറത്തു വിടുന്നുമുണ്ട്. സോ കാസമിറോ അങ്ങനെയാണ്, ഒരു തീരുമാനമെടുത്താൽ പിന്നെ മാറാൻ സാധ്യതയില്ല. അത്തരത്തിലുള്ളൊരു തീരുമാനമായിരുന്നല്ലോ റയൽ മാഡ്രിഡിൽ എല്ലാം നേടി നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് പോയിട്ട് അഞ്ചലോട്ടിയോട് പറഞ്ഞത് എനിക്കിവിടം വിടണമെന്ന്. അതുപോലൊരു തീരുമാനം, അതിനി മാറ്റമില്ല. പക്ഷേ ആ അവസാന ദിവസം കരയുമോ അദ്ദേഹം? കാത്തിരുന്ന് കാണാം. കരയാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.